നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്ക് എന്തടി പറയാനുള്ളത്? ഇഷ്ടപ്പെട്ട പെണ്ണിനെ മൂന്നേട്ട വിവാഹം കഴിച്ചു. അതൊരാളുടെ അവകാശമല്ലേ? കവിതേച്ചിക്ക് ആവാമായിരുന്നില്ലേ ഒരു വിവാഹം? കാവേരി? അതെ, കവിതേച്ചിയുടെ അനിയത്തി കാവേരി തന്നെ ഈ പറയുന്നേ. കവിതേച്ചി വിവാഹം കഴിക്കാനിരുന്ന ആൾ ഒരു ദിവസം ഇവിടെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി. അതിൽ കൂടുതൽ ഇവിടെ എന്താ സംഭവിച്ചത്? എന്നെ 4-5 പേര് വന്ന് കണ്ടിട്ടല്ലേ ദിനേശ് ഏട്ടനും അയാളെ വിവാഹം നടത്തിയത്. പിന്നെ ഒരു കല്യാണം ഉറപ്പിച്ചു വച്ചത് മുടങ്ങിപ്പോയി. അതെന്താ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? ഇനി ഒരു അക്ഷരം വിടരുത്. എനിക്ക് കവിതച്ചടി ഈ സ്വഭാവം മനസ്സിലാവുന്നില്ല. നിനക്കെന്നല്ല, ആർക്കും എന്നെ മനസ്സിലാവില്ലടി. എന്നെ മനസ്സിലാക്കിയ ഒരാളുണ്ടടി, എനിക്കത് മതി. 3 സഹോദരിമാരെ മുകുന്ദേട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കവിതേച്ചിയാ. കവിതേച്ചിയെ ബൈക്കിലിരുത്തി മുകുന്ദേട്ടൻ കോളേജിൽ കൊണ്ടുപോകുമായിരുന്നില്ലേ? എന്ത് കാര്യത്തിനും വല്യേച്ചിയേക്കാൾ മുകുന്ദേട്ടന് സപ്പോർട്ട് കൊടുക്കുന്നതും കവിതേച്ചിയായിരുന്നു. എനിക്ക് പലപ്പോഴും അസൂയ പോലും തോന്നിയിട്ടുണ്ട്. വല്യേച്ചിയാണെങ്കിൽ സ്വന്തം ലോകത്തായിരുന്നു. എന്നിട്ടും മുകുന്ദേട്ടൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഭാര്യയെ സ്വീകരിച്ചത് കവിതേച്ചിക്ക് എന്താ ക്ഷമിക്കാൻ പറ്റാതെ പോയത്? മുകുന്ദേട്ടനെ മനസ്സിലാക്കേണ്ടവളല്ലേ കവിതേച്ചി? കവിതേച്ചി കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷ മുകുന്ദേട്ടനുണ്ടായിരുന്നു. പക്ഷേ ക്ഷമിക്കാനുള്ള മനസ്സ് കവിതേച്ചിക്കുണ്ടായില്ല. പിന്നെ കവിതേച്ചി മുകുന്ദേട്ടനോട് മിണ്ടിയിട്ട് പോലുമില്ല. പെണ്ണിന്റെ ശിരസ് ഒരിടത്തും കുനിഞ്ഞു പോകരുതെന്ന് എന്നെ ഉപദേശിച്ചത് അയാള് തന്നെയാ. ആ അയാള് തന്നെ എന്റെ ജീവിതം ചവിട്ടി അരച്ചു. സ്നേഹിച്ചതിന്റെ 1000 മടങ്ങ് ഞാൻ അയാളെ വെറുക്കാനുള്ള കാരണം അത് തന്നെയാ. അത് തിരുത്താൻ ആരും വരണ്ട. എന്റെ ശ്വാസം നിലയ്ക്കുന്നവരെ ഞാൻ നിങ്ങളെ വെറുത്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെയും വല്യേച്ചിയുടെയും മക്കൾക്ക് മുൻപേ ഈ തറവാട്ടി പിറക്കേണ്ടിയിരുന്നത് എന്റെ കുഞ്ഞ. അങ്കലശ്ശേരി തറവാട്ടിലെ ആദ്യത്തെ പേരക്കുട്ടി. നിങ്ങൾ കാരണം നഷ്ടമായത് എന്റെ കുഞ്ഞാ, എന്റെ രക്തം. നിങ്ങളോട് ക്ഷമിക്കാൻ ഞാനൊരു പെണ്ണ് മാത്രമായിരുന്നില്ല, ഒരമ്മ കൂടിയായിരുന്നു. എനിക്ക് ഈ ദുർവിധി തന്നിട്ട് നിങ്ങൾ പോയെന്ന് കരുതി കവിത ആശ്വസിക്കുന്നില്ല. അവസരം കാത്തിരിക്കുക ഞാൻ. നിങ്ങളുടെ മകന്റെ മരണം കണ്ട് നിങ്ങളുടെ ഭാര്യ നെഞ്ചു പൊട്ടി വിലപിക്കുന്നത് കാണാൻ. എന്റെ കൺമുന്നിൽ ഭർത്താവും മകനും നഷ്ടപ്പെട്ട നിങ്ങളുടെ വിധവയുടെ കണ്ണീര് കണ്ട് മനസ്സ് തണുപ്പിക്കണം എനിക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.